ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന നമ്മുടെ സ്റ്റോർ റൂം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മക്കളുള്ളവർക്ക് അറിയാട്ടോ, ഞാൻ മക്കൾ ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെയുള്ള വർക്കിനൊക്കെ പെട്ടെന്ന് നിൽക്കട്ടെ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചെറിയ മോൻ ഉറങ്ങിയ സമയത്ത് ഞാൻ പെട്ടെന്ന് പോയിട്ട് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ടുണ്ടായിരുന്നുണ്ട്. ഭയങ്കര നായ്ക്കളുടെ ശല്യം ഉണ്ട് കേട്ടോ നമുക്ക് ഈ മഴയൊക്കെ ആയ സമയത്ത് തന്നെ. അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ ആ ബക്കറ്റ് ഉണ്ടല്ലോ, പെയിൻറ്റിൻ്റെ ബക്കറ്റ്, അതിങ്ങനെ രണ്ടെണ്ണം വെച്ചതാട്ടോ. അപ്പോൾ കുറച്ച് സമയം പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പുറത്തേക്ക് പോയി എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു 10:30ക്ക് ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഒരു 11 മണി ആവാനായപ്പോഴേക്കാണ് ഇങ്ങോട്ട് കയറിയിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യമൊക്കെ മോനെ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തൊട്ടിലാട്ടി കൊടുത്തപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ഒരേപോലെയുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ വെക്കണം, അതിലാണ് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാമെന്നൊക്കെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വീട്ടിലേക്കുള്ള ഐറ്റംസൊക്കെ മേടിച്ചപ്പോൾ ഇതുപോലുള്ള ഈ ഒരു ബോട്ടിൽസ് ഉണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഒരേ സൈസിലുള്ളതായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ പഞ്ചസാര, അങ്ങനെയൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാതെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ വെക്കാനായിട്ടുള്ള കുറച്ച് ബോട്ടിൽസ്. പിന്നെ ഒരു ബ്ലാക്ക് അടപ്പുള്ളത് കണ്ടല്ലോ, അത് നമ്മൾ മീഷോന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമുക്കിനി ഓരോന്നോരോന്ന് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഓപ്പണായി കിടക്കുമ്പോൾ നമുക്ക് നല്ലപോലെ എപ്പോഴും വൃത്തിയാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഒരു ബോറല്ലേ. നമ്മൾ മറ്റുള്ളവർ വന്ന് കാണുമ്പോൾ ഉള്ളത് അങ്ങനെയല്ല കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. നമുക്കിങ്ങനെ ആ ഒരു വൃത്തിയില്ലാതെ കാണുമ്പോൾ എനിക്കെന്തോ പോലെയാണ് കേട്ടോ, നമുക്കൊരു മൈൻഡും ഒരു ആകെ സെറ്റാവില്ല. അപ്പോൾ ഞാൻ ആ റാക്കുകളിലൊക്കെ ഉള്ള ഐറ്റംസ് എല്ലാം താഴെ എടുത്ത് വെച്ചിട്ട് എല്ലാം എടുത്ത് വെച്ച് അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴല്ലോ, നമുക്കത് എവിടെയായിരിക്കും എന്ന് ആലോചിക്കേണ്ട ഒരു ആവശ്യം വരില്ല. നമുക്ക് ഓരോന്നും അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാലോ. ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഞാനുണ്ടല്ലോ ഈ ഒരു സ്റ്റോർ റൂം ഏരിയ ഞാനിതുവരെ അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കിട്ടിയ ഐറ്റംസൊക്കെ ഇങ്ങനെയൊക്കെ അവിടെ കൊണ്ട് വെക്കാമെന്നല്ലാതെ. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ എടുക്കാത്ത ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പത്തിരി പ്രസ്, അത് ചിരവ, അതുപോലെ തന്നെ നമ്മൾ എടുക്കാത്ത ഐറ്റംസൊക്കെ ഞാനങ്ങനെ മാറ്റി വെക്കുക, കാണാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാണ് അതൊക്കെ എടുത്ത് മാറ്റിട്ടോ. പിന്നെ ഒരു കുരുമുളക് കുറച്ചുണ്ടായിരുന്നു, നമ്മുടെ പറമ്പിൽ തന്നെയുള്ളതാണ് കേട്ടോ. ഒരു തൈയുള്ളതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അതൊക്കെ. ആദ്യക്കുട്ടൻ എൻ്റെ കൂടെ പിന്നെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഉണ്ടാവും. എനിക്ക് ബോറടിക്കില്ല അവനുള്ളത് കൊണ്ട് കേട്ടോ. അവനക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതൊക്കെ ഞാനിങ്ങനെ നൈസിലായിട്ട് പറയുന്നുണ്ട് കേട്ടോ അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ ഐറ്റംസും ഇങ്ങനെ വേർതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോന്നും എടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടല്ലോ, നമുക്ക് ഇത് എപ്പോഴും ഉപയോഗിക്കാത്തത് ഇത് ഞാൻ ഇതുവരെ സ്റ്റോർ റൂമിൻ്റെ ആ ഒരു റാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാനിതാ ഈ ഒരു അടുപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു താഴേക്കാക്കിയിട്ട് വെച്ചു കേട്ടോ. നമുക്ക് എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാത്ത സോപ്പൊക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ, സോപ്പ്, ലിക്വിഡ്, അങ്ങനെ ഐറ്റംസൊക്കെ ഞാൻ ഇതിലാണ് വെച്ചിട്ടുള്ളത്. നല്ലൊരു ബോക്സിലാക്കി വെക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി ബഡ്ജറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് നമുക്കിതിനൊക്കെ നല്ല മൊഞ്ചുള്ള ബോക്സിലൊക്കെ ആക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കോട്ടക്കൽ ആയുർവേദൻ്റെ ഞാൻ നല്ലൊരു സോപ്പ് കാണിച്ചു തന്നില്ലേ, അത് കാക്കാൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. അവർ അവിടെ ആയുർവേദശാലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നതാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന്.
മകളൊക്കെ ഇപ്പോൾ കുളിപ്പിക്കാൻ ആദോനെയും അയ്മനെയൊക്കെ കുളിപ്പിക്കാൻ ഇതാണ് എടുക്കാറുള്ളത്. ഹൗസ് വാമിങ്ങിൻ്റെയൊക്കെ മുന്നേ ഞാൻ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു പിക്കായിരുന്നു കേട്ടോ ഇത്. നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗം കേട്ടോ. ഇപ്പോൾ അവിടെ എന്തെല്ലാമോ ഉണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ, അത്ര ഐറ്റംസാണ്. മുകളിലെ ഒരു തട്ടിലുണ്ടല്ലോ ഞാൻ ഇതുപോലെയുള്ള നമ്മൾ എപ്പോഴും എടുക്കാത്ത സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഐറ്റംസ് ഉണ്ടാവില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ വെച്ചത്. അപ്പോൾ ആ ഒരു ഭാഗം കണ്ടല്ലോ ബോക്സ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി കിട്ടും. അതുപോലെ താഴേക്കും കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ബോക്സുകൾ മേടിക്കണമെങ്കിൽ നല്ലൊരു സംഖ്യ ആവും ഓരോ ഐറ്റംസ് മേടിക്കാനായിട്ട്. അത്യാവശ്യം നമുക്കുണ്ട്, ഇനിയും മേടിക്കണം. പിന്നെ ഇതാ നമുക്ക് ഇതുപോലുള്ള ബൂസ്റ്റിൻ്റെ ഒക്കെ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതും അതിൻ്റെ ഒരു കവറൊക്കെ ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ലൊരു ലുക്ക് ഉണ്ടാവും കേട്ടോ, നമുക്കതിൽ മാച്ചായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ പല കളേഴ്സിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എല്ലാം മേടിച്ച് കൂട്ടില്ല കേട്ടോ. ഞാനൊരു ബോട്ടിൽസ് മേടിക്കുകയാണെങ്കിൽ പോലും ഞാനതൊരു മാച്ച് കളറായിട്ട് മേടിക്കാനായിട്ട് എനിക്കിഷ്ടം. അതും ടൈലിനോടും ഒക്കെ. ഇപ്പോൾ ഒരു ബാക്കിലേക്കുള്ള ബോക്സുകളൊക്കെ കണ്ടില്ലേ, അങ്ങനെ ബ്രൗണും ബ്ലാക്ക് ഇതായിട്ട് ലിഡായിട്ടും അങ്ങനെയൊക്കെ ഞാൻ മാച്ചായിട്ട് നോക്കലുണ്ട്. പിന്നെ ഈ ഹോർലിക്സിൻ്റെ ഒക്കെ കുപ്പിക്കൊക്കെ ഇപ്പോൾ ഒരു ഓറഞ്ച് മഞ്ഞ അങ്ങനെയൊക്കെ ഷെയ്ഡിലല്ലേ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ താൽക്കാലികത്തിന് അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലേക്കുള്ള കിച്ചൺ ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് വെളുത്തൂരുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഗാലക്സി, അതുപോലെ വി മാർട്ടാണ് നമ്മൾ വി മാർട്ടിൽ നിന്ന് എടുത്തിരുന്നത്. പിന്നെ ഇതാ ഈ ഒരു കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, നമ്മൾ ഈ കടല ഐറ്റംസൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഞെക്കിയെടുക്കുന്നത്, അതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കിച്ചൺ ക്ലീൻ ആക്കിയിട്ടുള്ള ഫൈനൽ ലുക്കാണ് ഈ കണ്ടത്. മുകളിലെ ഭാഗം എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, കാരണം ഇങ്ങനെ കറക്റ്റായിട്ടെല്ലാം വെച്ചപ്പോൾ. പിന്നെ നമ്മൾ വി മാർട്ടിൽ നിന്ന് പോയ സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിക്കുകൾ എടുത്ത് നല്ല ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മളെ അടുത്തുള്ള ഐറ്റംസൊക്കെ ഹൈ ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയില്ല, എന്നാൽ മീഡിയം ഇതായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ക്രോക്കറി ഐറ്റംസൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടതും ഈ ലാസ്റ്റ് ഞാൻ സെറ്റ് ചെയ്തതൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനൊരിക്കലും നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗവും വൃത്തിയാക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനല്ല കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് കാണാനായിട്ട്, നല്ല ഭംഗിയിലിരിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി, ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നവർക്ക് അതൊരു ഇഷ്ടമായിരിക്കും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്കെങ്കിലും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളത് തോന്നിക്കഴിഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ പുതിയതാണ്, ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടമായ ലൈക്ക് ആക്കാൻ നിങ്ങൾ മറക്കല്ലേ.